ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവത്തെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചിന്തിച്ചു വരികയായിരുന്നല്ലോ. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇതിന് മുന്നേയുള്ള എപ്പിസോഡ് കണ്ടതിന് ശേഷം ഇത് കാണണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ കാത്തിരിപ്പ് എന്ന പദത്തിന് പകരമായി കവെ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും അത് പ്രത്യാശ, കാത്തിരിപ്പ്, ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ആശ്രയം, ഇവ മൂന്നും ഇഴ ചേർക്കുന്ന ഒരു പദമാണ് എന്നും നമ്മൾ പഠിച്ചുവല്ലോ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് ക്ഷീണിച്ചു പോകുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ എപ്പിസോഡിൽ നമുക്ക് പ്രത്യാശ എന്ന ഇഴയെക്കുറിച്ച് പഠിക്കാം. എന്താണ് പ്രത്യാശ? ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഓർക്കുന്നു, ചെറുപ്പത്തിൽ വേനലവധി തുടങ്ങുന്നതിന് മുൻപുള്ള ഏതാനും ദിവസങ്ങൾ, ഒരുപക്ഷെ കണക്ക് പരീക്ഷയായിരിക്കാം ഏറ്റവും അവസാനത്തെ പരീക്ഷ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പറാണ് മാത്സ്. എനിക്ക് അങ്ങനെയായിരുന്നു. ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ് കണക്ക് പരീക്ഷ. ഒത്തിരി പഠിക്കാനുണ്ട്, ഇക്വേഷൻസും ഫോർമുലകളും എല്ലാം. എന്നാൽ ഈ കഷ്ടപ്പാടുകളൊന്നും മനസ്സിനെ തളർത്തി കളയുന്നില്ല. കാരണം ഒന്നെനിക്ക് ഉറപ്പാണ്, ഈ പരീക്ഷ കൂടി കഴിഞ്ഞാൽ പിന്നെ വേനലവധി തുടങ്ങുകയായി. കണക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിന് ഇടയിൽ ഒന്ന് പോയി മുറിയുടെ മൂലയിലൊക്കെ ഒന്ന് പോയി നോക്കും. ക്രിക്കറ്റ് ബാറ്റും ബോളും എല്ലാം ഭദ്രമായി അവിടെ തന്നെ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തും. കണക്ക് പരീക്ഷയെക്കുറിച്ചുള്ള ആകുലതകൾ മനസ്സിൽ ഉണ്ടെങ്കിലും കൂട്ടുകാരൊത്ത് സൈക്കിൾ ചവിട്ടുന്നതും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ചിന്തകളും എല്ലാം മനസ്സിന് ഉന്മേഷം നൽകും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്കും ഉണ്ടാകുമല്ലോ സമാനമായ അനുഭവങ്ങൾ. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ബാല്യകാലം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വകയുണ്ടെങ്കിൽ നമുക്ക് പ്രത്യാശയുണ്ട്. എന്തിനെയാണ് നാം ആശിക്കേണ്ടത്? ആശയ്ക്ക് വല്ല വകയും നമുക്കുണ്ടോ? ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഈ പുസ്തകം ഒന്ന് വായിക്കണം. വായിച്ചാൽ പോരാ, ഈ പുസ്തകം നന്നായി പഠിക്കണം, മുഴുവൻ പഠിക്കണം. അല്പം പഠിച്ചാൽ പോരാ, അല്പം അറിവ് ആപത്തിലേക്ക് നയിക്കും. വിമാനം ആകാശത്തേക്ക് ഉയർത്താൻ പഠിക്കുന്നവൻ അത് താഴെ ഇറക്കാനും പഠിക്കണം. ഉയർത്താൻ മാത്രം പഠിച്ചാൽ ആ യാത്ര പര്യവസാനിക്കത്തില്ല. ആ യാത്ര അപകടത്തിൽ ചെന്ന് അവസാനിക്കും. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29 യേശു പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ട് തെറ്റിപ്പോകുന്നു. സാത്താൻ ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന മനുഷ്യരുടെ ഈ പകുതി അറിവാണ്. ഓരോ ഉൽപ്പന്നത്തിനും ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കാണും. അത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം, എപ്പോഴൊക്കെ പ്രവർത്തിപ്പിക്കാം, എപ്പോഴൊക്കെ പ്രവർത്തിപ്പിക്കരുത് എന്നൊക്കെ ആ ഇൻസ്ട്രക്ഷൻ മാനുവൽ വായിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പ്രിയരെ, നമുക്കുമുണ്ട് ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ, വിശുദ്ധ വേദപുസ്തകം. ഒരു മനുഷ്യൻ തൻ്റെ കീറിപ്പറഞ്ഞ ബൈബിൾ ബൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രസ്സിൽ കൊടുത്തു. പുതിയ നിയമ പുസ്തകമായിരുന്നു. അയാൾ കടക്കാരനോട് പറഞ്ഞു, ബൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ദ ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് എഴുതണമെന്ന്. 2 ദിവസം കഴിഞ്ഞ് ബൈബിൾ വാങ്ങാൻ അയാൾ പ്രസ്സിലേക്ക് ചെന്നപ്പോൾ കടക്കാരൻ ഇയാളോട് പറഞ്ഞു, സോറി, ഞങ്ങളുടെ പ്രിൻ്ററിന് ഒരു തകരാറ് പറ്റിയിരിക്കുകയാണ്. ഞങ്ങൾ അതിന് പകരമായി വേറൊരു പ്രിൻ്റർ ആണ് ഉപയോഗിച്ചത്. പക്ഷേ ദ ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് മുഴുവൻ എഴുതാനുള്ള അച്ചടി സൗകര്യം ആ പ്രിൻ്ററിൽ ഇല്ല. അതുകൊണ്ട് ദ ന്യൂ ടെസ്റ്റ്മെന്റ് എന്നത് ചുരുക്കി TNT എന്ന് പ്രിൻ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ബൈബിൾ വാങ്ങി പുറത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചു, TNT. അതെ പ്രിയരെ, TNTയേക്കാൾ മാരക സ്ഫോടക ശേഷിയുള്ള ഒരു പുസ്തകമാണ് ഈ വേദപുസ്തകം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തിരിച്ചു വരാം.
എന്തൊക്കെയാണ് നമുക്കുള്ള വക? എന്തൊക്കെയാണ് നമുക്കുള്ള വാഗ്ദാനങ്ങൾ? നമുക്ക് പരിശോധിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിന് സ്തോത്രം. ഒരു ഉപാധി മാത്രമേ കർത്താവ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് തരും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നിന്റെ ജാതി ഏത്, മതമേത്, സഭയേത്, നീ വിദ്യാഭ്യാസം ഉള്ളവൻ ആണോ അല്ലയോ, നീ കഴിവുള്ളവനോ കഴിവ് കെട്ടവനോ എന്നൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. നീ എത്ര നിസാരനാണെങ്കിലും എത്ര തകർക്കപ്പെട്ടവനാണെങ്കിലും ദൈവത്തിന് നിന്റെ അവസ്ഥകളെ മാറ്റാൻ കഴിയും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37 കർത്താവ് പ്രവാചകനെ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് കാണാം. കർത്താവ് പ്രവാചകനോട് പറഞ്ഞു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക. പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. പ്രവാചകൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരിക്കുന്നു, ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു. ഒരുപക്ഷെ സ്വന്തം അമ്മ പോലും നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടാവും. ഇനി ഒരിക്കലും നീ കരകയറത്തില്ല എന്ന് നിന്റെ ശത്രുക്കൾ നിനക്ക് എതിരെ പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ ശത്രുക്കൾ അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. നിന്നെ വാലല്ല തലയാക്കും എന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ ഈ വായിച്ച അനുഗ്രഹങ്ങളെല്ലാം വിവരിക്കാൻ നിന്നാൽ മണിക്കൂറുകൾ നീളുന്ന പ്രസംഗമായി പോകുമല്ലോ. നിങ്ങൾ വീട്ടിലിരുന്ന് ഒന്ന് സ്വസ്ഥമായി ആ അധ്യായം മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മുൻപിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അനുഗ്രഹം വേണോ ശാപം വേണോ, നന്മ വേണോ തിന്മ വേണോ, ഉയർച്ച വേണോ താഴ്ച വേണോ, നിനക്ക് തീരുമാനിക്കാം, നിനക്ക് തിരഞ്ഞെടുക്കാം. യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാൻ നീ ഒരുക്കമാണോ മാന്യ സ്നേഹിത? നീ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് വിഷമിച്ചിരിക്കേണ്ട. ഈ കാർമേഘങ്ങൾക്ക് അപ്പുറത്ത് ഒരു മഴവില്ലുണ്ട് സുഹൃത്തെ.
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം തിരുവചന ഭാഗത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇത് ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വചനഭാഗമാണ്. യേശു ലോകത്തോടല്ല ഈ വാക്ക് പറഞ്ഞത്. തൻ്റെ അടുക്കൽ വന്ന് തൻ്റെ വചനം കേൾക്കാനിരുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ യേശു കണ്ടു അവർ വളരെ പരിഭ്രാന്തരും ദുഃഖഭാരം നിറഞ്ഞവരും ആണെന്ന്. തൻ്റെ അടുക്കൽ വന്ന് തൻ്റെ വചനം കേട്ട ആളുകളോടാണ് കർത്താവ് ഈ വചനം പറഞ്ഞത്. നിൻ്റെ ദുഃഖങ്ങൾ മാറ്റി നിനക്ക് ആശ്വാസം ഞാൻ നൽകും എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇന്ന് നിനക്ക് ഒരു പുതിയ തീരുമാനം എടുക്കാമോ സുഹൃത്തെ? 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-3 പറയുന്നു, ഇപ്പോളാകുന്നു പ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. നാളെ നമുക്കുള്ളതല്ലല്ലോ. ദൈവത്തിലേക്ക് തിരിയാൻ നാളെ എന്ന് കരുതി നീട്ടിവെക്കരുത്. ഏറ്റവും ബുദ്ധിശൂന്യവും ഭയാനകവുമായ ഒരു തീരുമാനമായിരിക്കും അത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഒരു കാര്യം നിൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊള്ളൂ. കർത്താവിൽ നമുക്ക് പ്രത്യാശയുണ്ട്. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്. പ്രത്യാശ, ഇതാണ് 1-ാമത്തെ ഇഴ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാത്തിരിപ്പ് എന്ന ഇഴയെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.